മൊബൈലിൻ്റെ ഏത് ഭാഗവും ഇതുപോലെ നമുക്ക് സൂം ചെയ്ത് വളരെ വലുതായി കാണാൻ സാധിക്കും. നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് കാണും. ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലായിരിക്കും സെറ്റിങ്സ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് ഏത് ഭാഗത്താണെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഒന്ന് എനേബിൾ ചെയ്താൽ മതി. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോസ് ആണെങ്കിൽ, ഒരുപാട് വ്യക്തികളുള്ള ഫോട്ടോസ് ആണെങ്കിൽ ആ ഫോട്ടോസിൽ ചില വ്യക്തികളെ കാണുന്നില്ല എങ്കിൽ ഇതുപോലെ സൂം ചെയ്ത് വളരെ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് കണ്ട് അതാരാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ എഴുത്തുകൾ വായിക്കുന്ന ആളാണെങ്കിൽ ചില എഴുത്തുകളൊക്കെ ചെറുതായിട്ടായിരിക്കും ഉണ്ടാകുക. അതൊക്കെ നിങ്ങൾക്ക് സൂം ചെയ്ത് വളരെ വലുതായിട്ട് കാണാനും വായിക്കാനും സാധിക്കും. ഇനി നിങ്ങൾ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ വീഡിയോയിലെ ചില വ്യക്തികൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോയിലെ ആളെയും നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്ത് വലുതാക്കിയിട്ട് കാണാനും സാധിക്കും. എവിടെയാണ് ഈ ഒരു സെറ്റിങ്സ് ഉള്ളത്, എങ്ങനെ എനേബിൾ ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ രണ്ട് മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് സാംസങ്ങിൻ്റെതും അതുപോലെ തന്നെ ഒന്ന് റിയൽമിയുടെ മൊബൈലും. രണ്ട് മൊബൈലിലും സെറ്റിങ്സ് ഉണ്ട്, പക്ഷേ വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് സെറ്റിങ്സ് ഉള്ളത്. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ വിസിബിലിറ്റി എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മാഗ്നിഫിക്കേഷൻ എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. വൺ ഹാൻഡ് മോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടേൺ ഓഫ് ചെയ്യാൻ കാണിക്കും. അത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് കാണിക്കും. ഇവിടെ ടാപ്പ് ആക്സസിബിലിറ്റി ബട്ടൺ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ബട്ടൺ നമുക്ക് ലഭിക്കും. അത് വേണ്ട എങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. മൂന്നും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ 3 ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് വോളിയം ബട്ടൺ ആൻഡ് ഡൗൺ കീസ് ആൻഡ് 3 സെക്കൻഡ്സ് അങ്ങനെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. പിന്നെ പ്രസ് സൈഡ് ആൻഡ് വോളിയം അപ്പ് കീസ് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇത് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ, എനിക്ക് അതാണ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയത്. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ക്ലോസ് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഇത് മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഓപ്പൺ ചെയ്തിട്ട് പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ ടച്ച് ചെയ്ത് നോക്കാം. തുരുതുരെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ സൂം ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ സൂം ചെയ്തിട്ട് ഏത് ഭാഗവും സ്ക്രീനിൻ്റെ ഏത് ഭാഗവും സൂം ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിൽ നിന്ന് ബാക്ക് വന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇതുപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ ബാക്ക് വന്നു. ഈ ഒരു ഭാഗം ഞാൻ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ സൂം ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വളരെ വലുതായിട്ട് ഏത് ഭാഗവും സ്ക്രീനിൻ്റെ ഏത് ഭാഗവും ഇങ്ങനെ 3 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് തുരുതുരെ ഇങ്ങനെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്ത് കാണാൻ സാധിക്കും. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതുപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാനും സാധിക്കും. ഇനി റിയൽമിയുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഇതാ ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ് എന്ന ഓപ്ഷനാണ് ഉള്ളത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റിൻ്റെ ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ തന്നെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ വിഷൻ എന്ന ഈ ഒരു ടാബ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും മാഗ്നിഫിക്കേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓഫിലാണെങ്കിൽ, ഞാനിപ്പോൾ ഓൺ ചെയ്തതാണ്, ഓഫിലാണെങ്കിൽ അതൊന്ന് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോർട്ട് കട്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് മാത്രമാണ്, താഴെയുള്ളത് മാത്രമാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ ഓപ്ഷനും കാണാൻ സാധിക്കും. കണ്ടോ, അവിടെ ഞാൻ എനേബിൾ ചെയ്തുകൊണ്ട് അവിടെ ടിക്ക് മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഞാൻ ട്രിപ്പിൾ ടാപ്പിൻ്റെ തന്നെയാണ് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യാണ്. തുരുതുരെ ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. ഏത് ഭാഗവും നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു പ്രാവശ്യം മാത്രം ആ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ഏത് ഭാഗവും നിങ്ങൾക്ക് ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് സൂം ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് ഓൺ ആവുമല്ലോ. ഇപ്പോൾ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും നമ്പർ 3 പ്രാവശ്യം നമ്മളിങ്ങനെ തുരുതുര പ്രസ് ചെയ്യുമ്പോഴും അത് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ OTP ഒക്കെ എൻ്റർ ചെയ്യുന്നവർ OTPയിൽ 32 അല്ലെങ്കിൽ 35 38 ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ അത് ഓപ്പൺ ആയിട്ട് വരും. ആ നമ്പർ ടൈപ്പ് ചെയ്യാനേ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇടവിട്ടിട്ട് തുരുതുരെ പ്രസ് ചെയ്യാതെ ഓരോന്നോരോന്നായിട്ട് വിട്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആകുകയില്ല. ഓക്കെ, തുരുതുരെ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഓൺ ആകുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.